എൻ്റെ ലൈഫിൽ എനിക്ക് 3 മെൻ്റൽ ബ്രേക്ക് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് ഒരു 13 വയസ്സൊക്കെ ഉള്ളപ്പം എൻ്റെ അമ്മേനെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വന്നിട്ടുള്ളത്. വീട്ടിലെ കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ കാരണം എൻ്റെ അമ്മയ്ക്ക് എബ്രോഡ് പോകേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഉള്ള സംശയമായിരുന്നു, ഞങ്ങൾ 2 പിള്ളേരെയും അപ്പനെയും അമ്മമ്മേനെയൊക്കെ കൂടെ അച്ഛനൊറ്റയ്ക്ക് എങ്ങനെ നോക്കും. അന്ന് എനിക്ക് 13 വയസ്സേ പ്രായമുള്ളൂ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ടൈമാണ്. എൻ്റെ ചേട്ടനാണ് +1 പഠിക്കുന്ന ടൈം. അപ്പം ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടുപോകണം, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, ഞങ്ങളുടെ ബാക്കി കാര്യങ്ങൾ, വീട്ടിലെ പണി, വീട്ടിലെ കാര്യങ്ങൾ. ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം, ഞാനും കൂടെ നോക്കാം, കുക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തോളാം. അങ്ങനെ അന്ന് തൊട്ട് പിന്നീട് ഞാനാണ് എൻ്റെ വീട്ടിലെ പണികളൊക്കെ 7 വർഷത്തോളം, ഏകദേശം എനിക്കൊരു 20 വയസ്സാവുന്നവരെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞു, എനിക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. ഒരു പോയിന്റ് എത്തിയപ്പം ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഞാൻ ഡിഗ്രി പഠിച്ചത് തിരുവല്ലയിലാണ്. അപ്പോൾ ഡെയിലി ഞാൻ ആലപ്പുഴയിൽ നിന്ന് തിരുവല്ല വരെ എന്നും പോയി പഠിച്ചിട്ട് വരുമായിരുന്നു. അങ്ങനെ ഫൈനൽ ഇയർ, ഫൈനൽ മന്തൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കോളേജ് ഹോസ്റ്റലിലോട്ട് മാറി. പിന്നെ ഡിഗ്രിക്ക് ശേഷം ഞാൻ വീട്ടിലോട്ട് പോകാനൊന്നുമില്ല, നേരെ ഞാൻ എറണാകുളത്തോട്ട് വന്ന് ഹോസ്റ്റൽ എടുത്തു. പിന്നെ ജോലി അന്വേഷിച്ച് നടപ്പായി. അങ്ങനെയാണ് പിന്നീട് ഞാൻ ഡിക്കാത്തലോണിലെ ജോലിക്ക് കയറുന്നത്. ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാഠമാണ്, നമ്മൾ ജയിച്ച് കാണാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും നമ്മൾ തോറ്റ് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മുടെ ചുറ്റിനുള്ളത്. എന്നെ ജീവിതത്തിൽ ജയിക്കാൻ പ്രേരിപ്പിച്ചതൊക്കെ എൻ്റെ ചുറ്റിനും നിന്ന് ഞാൻ തോക്കാൻ പ്രാർത്ഥിച്ചവരാണ്.